വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് അമേരിക്ക. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കാട്ടുതീ രാജ്യത്തെ വിഴുങ്ങിയിരിക്കുന്നു. ലോസ് ആഞ്ചലസിൽ കാട്ടുതീ പടർന്ന് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 3 ദിവസത്തിനിടെ 117 കിലോമീറ്റർ വിസ്തൃതിയിലാണ് തീ പടർന്നു പിടിച്ചത്. ദുരന്തത്തിൽ 10 പേർ മരിച്ചു. 1.80 ലക്ഷം പേർ കുടിയിറക്കപ്പെടുകയും ചെയ്തു. ആയിരക്കണക്കിന് വീടുകളാണ് കത്തിനശിച്ചത്. ഇവയിൽ ഹോളിവുഡ് താരങ്ങളുടെ വീടുകൾ ഉൾപ്പെടുന്നു. അതിനിടെ അമേരിക്കയെ കുറ്റപ്പെടുത്തി നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട്. ഈ ദുരന്തത്തിന് കാരണം സർക്കാരാണെന്നാണ് കുറ്റപ്പെടുത്തൽ. ലോസ് ആഞ്ചലസ് കൗണ്ടി അഗ്നിശമന വകുപ്പിനുള്ള ബജറ്റ് $18 മില്യൺ വെട്ടിക്കുറച്ചിരുന്നു. എന്നാൽ ഗസയെ ചുട്ടുചാമ്പലാക്കാൻ അമേരിക്ക ഇസ്രായേലിന് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. കഴിഞ്ഞയാഴ്ചയാണ് ഇസ്രായേലിന് $8 ബില്യൺ ആയുധങ്ങൾ നൽകുമെന്ന് ബൈഡൻ ഭരണകൂടം പ്രഖ്യാപിച്ചത്. ലോസ് ആഞ്ചലസ് അഗ്നിശമന വകുപ്പിനുള്ള ബജറ്റിൽ $17.6 മില്യൺ കുറവാണ് വരുത്തിയത്. ഇസ്രായേലിന് ഇതിനകം $23 ബില്യൺ വർധന ലഭിച്ചു. ഇനിയും 8 ബില്യൺ കൂടി ലഭിക്കും. പലസ്തീനിയൻ ജേർണലിസ്റ്റ് അഹമ്മദ് എൽദീൻ കുറ്റപ്പെടുത്തി. നമ്മുടെ രാജ്യം താമസയോഗ്യമാക്കാൻ പണം ചെലവഴിക്കുന്നതിന് പകരം ഗസയിലെ പലസ്തീനികളെ ഇസ്രായേൽ വംശഹത്യ ചെയ്യാൻ നമ്മുടെ സർക്കാർ കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്നു. ജൂയിഷ് ഓയിസ് ഫോർ പീസിൻ്റെ ന്യൂയോർക്ക് ശാഖ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ലോസ് ആഞ്ചലസ് അധികൃതരാണ് അഗ്നിശമന വകുപ്പിന് പ്രധാനമായും ധനസഹായം നൽകുന്നത്. അതേസമയം ഇസ്രായേലിനുള്ള സൈനിക ചെലവ് ഫെഡറൽ സർക്കാരിൽ നിന്നാണ് ലഭിക്കുന്നത്. കമന്റേറ്റർ മെഹ്ദി ഹസൻ വിമർശിച്ചു. ലോസ് ആഞ്ചലസിൽ കാട്ടുതീ വലിയ നാശനഷ്ടമാണ് വിതച്ചത്. കാലിഫോർണിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായതെന്നാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ കാട്ടുതീയെ വിശേഷിപ്പിച്ചത്. ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും വീടുകൾ നശിക്കുകയും ചെയ്തു. നിരവധി ജീവനുകളും കാട്ടുതീ അപഹരിച്ചു. കാലിഫോർണിയയിൽ ഉടനീളമുള്ള 6 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് കാട്ടുതീ പൊട്ടിപ്പുറപ്പെട്ടത്. ഡെവിൾസ് വിൻഡ് എന്ന് അറിയപ്പെടുന്ന കുപ്രസിദ്ധമായ സാന്ത അന കാറ്റാണ് കാലിഫോർണിയയിലുടനീളം നാശം വിതച്ചത്. ഉൾനാടുകളിൽ നിന്ന് ഉത്ഭവിച്ച ഈ കാറ്റ് തീരദേശ തെക്കൻ കാലിഫോർണിയയും വടക്കൻ ബാജ കാലിഫോർണിയയും ബാധിച്ചു. ഈ ശക്തമായ വരണ്ട കാറ്റാണ് തീ വേഗത്തിൽ പടർത്തിയത്. അഗ്നിശമന സേനാംഗങ്ങൾക്ക് പോലും നിയന്ത്രണ വിധേയമാക്കാൻ പ്രയാസമായി. ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയാണ് സ്ഥിതി കൂടുതൽ വഷളാക്കിയത്. കാട്ടുതീയിൽ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതിനൊപ്പം ജനജീവിതവും താറുമാറായി. ആയിരക്കണക്കിന് ആളുകൾ കുടിയിറക്കപ്പെട്ടു. മറ്റെവിടെയെങ്കിലും അഭയം തേടേണ്ടി വന്നു.